മുനമ്പം ജനതയുടെ ആശങ്കകൾ പ്രതിപക്ഷം നിയമസഭയിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ്. റൂൾ 50 നോട്ടീസായി റോജി എം ജോണാവും വിഷയം സഭയിൽ അവതരിപ്പിക്കുക. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. ബ്രൂവറി അനുവദിച്ചതിലെ അഴിമതി ആരോപണത്തിനും PPE കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ആദ്യം ചേരുന്നത് VV അരുണാണ്. അരുൺ, ഇന്ന് മുനമ്പത്ത് അവസാനഘട്ട ഹിയറിംഗ് നടക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വിഷയം നിയമസഭയിലേക്ക് എത്തിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം. വലിയ ആശങ്കയുള്ള ജനങ്ങളെ നേരിട്ട് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് അതിന്റെ പ്രാധാന്യമേറെയാണ്. സർക്കാർ എന്ത് നിലപാടാകും ഈ വിഷയത്തിൽ എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഒട്ടേറെ വിഷയങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നതിനിടയിലാണ് മുനമ്പം വിഷയം കൂടി എത്തുന്നത്. എന്താണ് വിശദാംശങ്ങൾ? മുനമ്പം വിഷയം പ്രതിപക്ഷം റൂൾ 50 നോട്ടീസായി നൽകും. സർക്കാർ ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ തയ്യാറാക്കും. കാരണം സർക്കാരിനും അക്കാര്യത്തിൽ പറയാൻ ഉണ്ട് എന്ന് വേണം കരുതാൻ. നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മുനമ്പത്ത് നിന്ന് ഒരാളെ പോലും കുടിയൊഴിപ്പിക്കില്ല എന്ന ഉറപ്പ് ആ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. സഭാ നേതൃത്വം മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും ആ ഉറപ്പാണ് അദ്ദേഹം നൽകിയത്. ഏതായാലും മുനമ്പം പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമങ്ങൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നു. ഹിയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് നിർണായകമായ ഒരു ഘട്ടവുമാണ്. ഏതായാലും പ്രതിപക്ഷ വിഷയം ഇന്ന് ഉന്നയിക്കും. അത് എങ്ങനെയാണ് സർക്കാർ മറുപടി പറഞ്ഞത്? അതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി തന്നെ സർക്കാർ കണ്ടാൽ ഒരുപക്ഷെ ആ വിഷയത്തിൽ നിന്നൊരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായേക്കും. നമുക്കറിയാം, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ സഭയിലെ ഒരു തന്ത്രം നോക്കിയാൽ പലപ്പോഴും പ്രതിപക്ഷം സർക്കാർ ചർച്ച ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ പോലും റൂൾ 50 പ്രകാരം പ്രത്യേക ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഇന്നും ഉണ്ടായാൽ, ആ ഒരു സമീപനം ഇന്നും ഉണ്ടായാൽ ഒരുപക്ഷെ ഈ വിഷയവും സർക്കാർ ചർച്ചയ്ക്കെടുത്തേക്കും. പക്ഷേ സഭയിൽ നിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ സഭയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗമാണ്. ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ കേരള നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപനത്തിന് നന്ദി പ്രമേയം അവതരിപ്പിച്ചത് TP രാമകൃഷ്ണനാണ്. TP രാമകൃഷ്ണന്റെ നന്ദി പ്രമേയത്തെ തുടർന്നുള്ള ചർച്ചയാണ് 2 ദിവസമായി നടക്കുന്നത്. ഇന്നുകൂടി അത് നടക്കും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചർച്ചയ്ക്ക് മറുപടി പറയും. ആ മറുപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കാൻ പോകുന്നത് ബ്രൂവർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രഖ്യാപനമാകും. ബ്രൂവറി വലിയ അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല നൽകിയ ആരോപണത്തിലൂടെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. എങ്ങനെയാകും മുഖ്യമന്ത്രി അതിന് മറുപടി പറയാൻ പോകുന്നത്? ഒന്ന്, അഴിമതി ഉണ്ടെന്ന് ആരോപിക്കുന്നു. മറ്റൊന്ന്, ആദ്യമൊക്കെ അത് എക്സൈസ് മന്ത്രിക്കെതിരായ ഒരു ആരോപണമായിരുന്നുവെങ്കിൽ ഇന്നലെ സഭയിൽ പ്രതിപക്ഷത അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയിലേക്കായിരുന്നു ആരോപണങ്ങളുടെ മുന കേന്ദ്രീകരിച്ചത്. മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവർക്ക്, മുഖ്യമന്ത്രിക്ക് ഇഷ്ടക്കാർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചത് തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി KC ചന്ദ്രശേഖർ റാവുവുമായി ബന്ധിപ്പിച്ചൊരു ആരോപണം കൂടി ചെന്നിത്തല ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ചന്ദ്രശേഖർ റാവുവും പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധമാണ്. അവരുടെ ഒരു ഡീലാണ് ഇതെന്നൊരു ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. PPE കിറ്റ് അഴിമതി സംബന്ധിച്ച CAG റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സഭയിൽ വന്നു. പ്രതിപക്ഷം ഇന്നലെ അത് സഭയിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. അതിലും സർക്കാരിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും KK ശൈലജയ്ക്കും, മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്കും തുല്യ പങ്കാണ് ഈ അഴിമതിയിൽ എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇന്നലെ ഉന്നയിച്ചത്. അതിലും മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. ആദ്യം മുനമ്പമാകും, പിന്നീട് ഈ 2 വിഷയങ്ങളിലും സർക്കാരിന്റെ മുഖ്യമന്ത്രി മറുപടി വളരെ നിർണായകമാണ്. ചർച്ചകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് സഭ തൽക്കാലത്തേക്ക് പിരിഞ്ഞാൽ പിന്നീട് ഫെബ്രുവരി 7 മാത്രമാണ് സമ്മേളിക്കുക. അന്ന് ബജറ്റ് അവതരണമാണ്. ബജറ്റ് അവതരണത്തിലൂടെയാകും സഭയുടെ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇന്നും ഈ ബ്രൂവറി ആരോപണത്തിൽ മറുപടി പറയേണ്ട MP രാജേഷ് സഭയിൽ എത്തില്ലെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം പാലക്കാട് തന്നെ തുടരുന്നു എന്നാണ് അറിയുന്നത്. അദ്ദേഹം ഒരുപക്ഷേ സഭയിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനും ആകില്ല. ഏതായാലും MP രാജേഷ് വരുമോ എന്നറിയണം. മറ്റൊന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ മറുപടി എന്താണ് എന്നുള്ളതാണ് ഇന്ന് സഭയെ ഏറ്റവും അധികം വാർത്തയിൽ നിറയ്ക്കാൻ പോകുന്നത്. അരുൺ, ഈ കൂത്താട്ടുകുളം പ്രശ്നം അത് മറ്റൊരു ട്വിസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇന്നലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. സഭയെ വലിയ രീതിയിൽ പ്രതിപക്ഷം ചൂടുപിടിപ്പിച്ച, അല്ലെങ്കിൽ പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തിയ ഒരു ദിവസം കഴിഞ്ഞു പോയിരുന്നു ഈ വിഷയത്തിൽ. അതിനുശേഷം വരുന്ന ഈ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ അവർ കള്ളം പറയുകയാണോ എന്ന ചോദ്യം, ഇതൊക്കെ ഇന്ന് സഭയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഈ നന്ദിപ്രമേയ ചർച്ചയിൽ ഇരുപക്ഷങ്ങൾക്ക് സംസാരിക്കാൻ ഇന്നും അവസരമുണ്ട്. ആ ചർച്ചാവേളയിൽ ഒരുപക്ഷെ ഈ വിഷയം തന്നെ ഭരണപക്ഷം ഉയർത്തിക്കൊണ്ടുവരും. കൂത്താട്ടുകുളത്തേത് ഒരു നാടകമാണ് എന്ന ഒരു വിലയിരുത്തൽ ഇന്നലെ ദൃശ്യങ്ങളോടുകൂടി ഭരണപക്ഷം അത് സജീവമായി തന്നെ ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല. മുഴുവൻ ദൃശ്യങ്ങളും, അവിടെ നടന്ന സംഭവങ്ങളുടെ
മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഷിയാസ് DCC അധ്യക്ഷൻ ഷിയാസ് ഉൾപ്പെടെയുള്ളവർ, മാത്യു കുഞ്ഞാലിനെ പോലുള്ള നേതാക്കളൊക്കെ അത്തരം ആവശ്യവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു. കലാരാജുവും അവിടെ തന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെ സംസാരിപ്പിച്ചതെന്നൊരു പുതിയ ആരോപണവും. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന്